നിങ്ങൾ ആ TV ഒന്ന് നിർത്തോ. ഇവിടെ ആർക്ക് എന്ത് പറ്റിയാലെന്താ? കുടുംബവളക്കം സീതാ കല്യാണം ഒക്കെ കണ്ടുകൊണ്ടിരുന്നാ മതിയല്ലോ. അത് കാണുമ്പോ വരുന്ന സങ്കടം ഇവിടെ ആരെങ്കിലും ചത്താലും ഇല്ലല്ലോ. അവര് കല്യാണത്തിന് വിളിക്കാത്തവര് നീ എന്തിനാ എന്റെ മേക്കിട്ട് കയറുന്നത്? നീ എന്റെ മോനോട് പോയിട്ട് ചോദിക്ക്. പെണ്ണെന്തിയേ? അവളെവിടെ പോയി? എനിക്കറിയത്തില്ല, പോയി തിരക്ക്. നീ ഇതിനകത്ത് ഇങ്ങനെ അടയിരിക്കണ്ട. അവരെ വിളിച്ചില്ലെങ്കിൽ വിളിക്കണ്ട. കുഞ്ഞുമോളെ കല്യാണത്തിന് നമുക്ക് അവരെയും വിളിക്കണ്ട. ഹലോ ഹലോ വാവേ, എവിടെ? ഒരു വിവരമില്ലല്ലോ. എന്നോടൊരു വാക്കുപോലും പറയാതെ പോയല്ലേ. എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇപ്പം എവിടെയാ? ലീവ് കഴിഞ്ഞെത്തിയോ? അറിഞ്ഞു. ലീവൊക്കെ കഴിഞ്ഞു. വാവ വീട്ടിലേക്കൊന്ന് വരാമോ? ഓട്ടോ ആണോ? എപ്പോഴാ വരണ്ടേ? അല്ല, ഓട്ടോ ഒന്നല്ല, ഇപ്പൊ തന്നെ വന്നോളൂ. വരണേ, ഞാൻ വെയിറ്റ് ചെയ്യും. ആ. ഹലോ മിസ്റ്റർ വാവ, വെൽക്കം വെൽക്കം. വാവേ, ഇതാ ജോർജ് ഉടിച്ചായ. മിനിയാന്ന് വന്നു. പ്ലീസ് കം. ഞാൻ പറഞ്ഞില്ലേ വാവയുടെ അടുത്ത മാസം ഇച്ചായനിങ് വരുന്നത്? പറഞ്ഞതാ. കൃത്യസമയത്ത് പുള്ളിക്കാരനിങ് എത്തി. ഇച്ചായന് വാവയെ നല്ലോണം അറിയാം, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ, ഞാൻ കുടിക്കാൻ എടുക്കട്ടെ? തണുത്ത് തന്നെ എടുക്കല്ലേ? ഞാൻ അവളോട് പറയാറുണ്ട് ആരോട് വേണേലും സഹകരിക്കാൻ. പക്ഷെ ആരോട് സഹകരിച്ചാലും ഇടപെട്ടാലും അവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വേണം. പഴയ കാലമൊന്നും അല്ലല്ലോ, സാങ്കേതിക സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കണം. എന്റെ കയ്യിലുണ്ട് വാവയുടെ ഫുൾ ഡീറ്റെയിൽസ്. ഇത് കണ്ട വാവയുടെ ഫുൾ ഡീറ്റെയിൽസ്. ഓട്ടോ, വീട്, ആധാർ. നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം, അല്ലേ വാവേ? കുടിക്ക്. ആ, കുടിക്ക്. ഇത് കുറച്ച് സാധനങ്ങളാ. അതിലൊരു കവറുള്ളത് അനിയത്തിക്ക. കുറച്ച് കോസ്മെറ്റിക്സാ. പിന്നെ അച്ഛൻ ചോദിച്ചു വാവ കുടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു വാവ ഡീസൻ്റാന്ന്. ആ വാവേ, എൻ്റെ വിസ റെഡി ആയിട്ടോ. 5 വർഷത്തേക്കുള്ള ലീവും ഓക്കെ. ഞങ്ങളിന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോകും. അവിടുന്ന് മറ്റന്നാൾ കാനഡയിലേക്ക്. കുടിക്ക്. കുറച്ചുകൂടെ കുടിക്കേ. മതിയാ? ഇറങ്ങുവാണോ? ഓക്കെ. ഓക്കെ, ശരി. ഉമ്മ, ഷാജാൻ എന്തിയേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. ഓനും വാപ്പയും കൂടി സൈനബാന്റെ മോളുടെ നിക്കാഹിന് പോയിരിക്കുക. മോൻ നിക്കാഹ്? ഞാൻ പോട്ടുമ്മ, ഷാജാൻ വരുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി. വാവേ മോനെ, എന്താണെന്നൊന്നും എനിക്കറിയില്ല. നാട്ടുകാരോരോന്ന് തോന്നിയ പോലൊക്കെ പറയുന്നുണ്ട്. നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പഠിച്ചോനെ തൊട്ടുള്ള കളിക്ക് നീ പോവില്ല എന്നും അറിയാം.
പക്ഷേ ഇവിടെ ഷാജഹാന്റെ വാപ്പ അതൊന്നും പറഞ്ഞ് തിരിയൂല മൂപ്പർക്ക്. നിന്റെ കൂടെ കൂടി നടക്കുന്നതിന് തന്നെ എന്നും വഴക്കവന്. ഞാനൊരു കാര്യം പറഞ്ഞ മോൻ വിഷമിക്കരുത്. മോൻ ഇനി ഇങ്ങോട്ട് വരരുത്. എനിക്ക് വയ്യ മോനെ അങ്ങേരുടെ ചീത്ത കേൾക്കാൻ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. എല്ലുമ്മ ഇനി വരില്ല, പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ഹലോ, ഞാൻ രോഹിണിയിലുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഒരു ബിയർ അടിക്കാം. ആ ഓക്കെ. വാവയല്ലേ? അതെ, പുറത്തൊരാൾ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ കാറിൻ്റെ അടുത്തേക്കൊന്ന് വരും. എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാ, വണ്ടിക്കകത്തുണ്ട്. ഒന്ന് വരും. അതെ എടോ, ഇതൊന്ന് നോക്ക്, ഞാൻ പുറത്തെടുക്കാം. ശരി സാർ. അടുത്തുണ്ട്, വെളിയിൽ തന്നെ ഉണ്ട്. ഇതിലെ എവിടെ? വണ്ടിക്കകത്തുണ്ട്. എന്താ കാര്യം? ബാറായോണ്ട് ഇറങ്ങാത്ത, വണ്ടിക്കകത്തിരിക്കുക. ദേ കേറി വാവാവേ, പേടിച്ചു പോയി. പിന്നെ പേടിക്കാതെ, അവർ പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്കാന്ന്. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. എന്നോടൊന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ നാടകം? വിളിച്ചാ വരുമെന്നറിയാം, എന്നാലും അതല്ലല്ലോ. ചില കാര്യങ്ങൾ നീ അറിയാനുണ്ട്. നമ്മുടെ ടൗണാണ്, ആളും ബഹളമൊക്കെ ഉണ്ട്. എന്നിട്ടും ഒരു ഈച്ച പോലും അറിയാതെയാണ് ഇവർ നിന്നെ പൊക്കിയത്. അവർക്കാകും ഇതുപോലെ. ഒരു മനുഷ്യൻ അറിയാതെ നിന്നെ പൊക്കും. ആ, നമ്മുടെ ആളുകളൊക്കെ എത്തിയില്ല. ഒന്നുമില്ലേ, വെറുതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഞാനാകെ പേടിച്ചുപോയി, ആരാന്നറിഞ്ഞില്ല. അതാണ് പിറകത്തന്നെ വന്നത്. ഇനി ഈ മണ്ടത്തരം കാട്ടരുത്. കൊണ്ടുപോയത് മറ്റവന്മാരായിരുന്നെങ്കിൽ നീയും തീർന്നു പോകും. ഒരു കാര്യം ചെയ്യുമ്പോൾ ആവേശം മാത്രം പോരാ, ആലോചനയും വേണം. ആ അതുകൊട്ടെ, ഇനി മേലാല് ഇമാതിരി സ്ഥലത്ത് നീ പോകാൻ നിൽക്കരുത്. നളിനേട്ടാ, നിങ്ങൾ എന്തോന്നീ പറയുന്നത്? എനിക്ക് വീടും പൂട്ടി അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ? വീട് പൂട്ടിയിരിക്കണ്ട, പക്ഷെ നീ ബാറി പോകരുത്. സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് നീ. നാളെ നിനക്ക് പലതും ചെയ്യാനുണ്ട്. സമുദായത്തിന്റെ ആദർശം നമ്മളായിട്ട് കളയരുത്. പിന്നെ നിന്റെ ഓട്ടോറിക്ഷ പണി, മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആ പണി വേണ്ട. ഇതേതാ ഈ വീട്? ഇതും നമ്മുടെ ഒരു വീടാണ്. ഞാൻ ഇറങ്ങുക, എനിക്ക് പോയാൽ ബൈക്ക് എടുക്കണം. ആശുപത്രിയിലേക്ക് ഒരു ഓട്ടം പോകാനാണ്. ആരാണ്? എവിടെ നിന്നാണ്? ഞാൻ പാവൂട്ടി, വാപ്പയ്ക്ക് ഒട്ടും വയ്യ, ആശുപത്രി പോണം. ഏത് പാവൂട്ടി? ആരടാ? ഞാനാ
കുന്നുപുറത്തെ ഗൾഫിലുള്ള പറഞ്ഞേക്കാൻ നേരമില്ല. മോനെ ഒന്ന് വാതിൽ വേണ്ട തുറക്ക്. വേണ്ട തുറക്കണ്ട. അയ്യോ വേണ്ട. വാപ്പക്ക് എന്ത് പറ്റിയാണ്? നെഞ്ചുവേദനടാ. ഒന്ന് വേഗം വന്നേ. വാതിൽ തുറക്ക്. മോനെ വേണ്ട മോനെ ചേട്ടാ വേണ്ട വേണ്ട തുറക്കണ്ട. വേണ്ട വേണ്ട എടാ തുറക്കാൻ. ഇല്ല ഞാൻ വരില്ല, നിങ്ങൾ വേറെ വണ്ടി വിളിക്ക്. അവിടെ വണ്ടിയൊന്നും ഇല്ലെന്ന്. വേഗം വാതിൽ തുറക്ക്. ഇല്ല ഞാൻ വരില്ല. എടാ വാതിൽ തുറക്ക്. പേടിയാവുന്നമ്മ. എനിക്ക് സ്ഥിരം ഉണ്ടായിരുന്ന ഓട്ടം പോലും ഇപ്പൊ ഇല്ലാണ്ടായി. ഇനി ഈ നാട്ടിൽ നിന്ന് ആരും കയറുന്ന പോകില്ല. വല്ല തമിഴ്നാട്ടിൽ പോയി ഓടിക്കേണ്ടി വരും. എടാ വാവേ, നീ അറിഞ്ഞില്ലേ നമ്മുടെ കുന്നമ്പുറത്ത് പാപ്പുടിയുടെ വാപ്പ മരിച്ചു. ഇന്ന് കാലത്ത് അറ്റാക്കായിരുന്നു. നീ എവിടെ പോണു? നീ വിളിച്ച് അവൻ എടുക്കും. വിഷമിക്കില്ല, അവനിങ്ങ് വരുമെന്നേ. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാനാ പറഞ്ഞ ഇന്നലെ കഥക് തുറക്കണ്ടെന്ന്. അത് പാരാന്ന് എങ്ങനെ അറിയാ? ഈശ്വര, എന്റെ കൊച്ചിന്ന് എവിടെ പോയി കിടക്കുവാണോ? വാവയാണ് വാവ. ഡാ നീ ഇതെവിടെയാടാ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കുഞ്ഞുമോളെന്നെ വിളിച്ചിരുന്നു. ഞാനിപ്പോ നിന്റെ വീട്ടിലാ. എനിക്ക് വയ്യടാ. ഞാൻ ആ ബാവുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടാ ഇവിടെ അമ്മയ്ക്ക് ആകെ പേടിച്ചിരിക്കുവാടാ. നീ വേഗം വന്ന്. നിനക്ക് എന്നോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു? അല്ലടാ ബാവുട്ടി. എടാ അതൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂലേ. നീ ഇങ്ങോട്ട് വന്ന്. പേടിക്കണ്ട, അവനിപ്പോ വരും. നേരമല്ല വണ്ടി മുമ്പിൽ കിടന്ന് കാണാം. എടാ ഷാജാനെ, എടാ എനിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. ചേട്ടൻ അവനൊന്നും പറഞ്ഞില്ലേ? നമുക്കൊന്ന് വിളിക്കായിരുന്നു അവനെ. 2 ദിവസമായിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. വീട്ടിലുമില്ല. കുഴപ്പമാക്കോ നല്ലേട്ടാ? ഏയ് എന്തായിരിക്കും പറയാൻ പോകുന്നത്? അവൻ്റെ ഒരു മനസ്സോറക്കല് എന്തായിരിക്കോ പറയാൻ പോകുന്നത്? നല്ലേട്ടാ അവനൊന്ന് വേറിട്ട് വിടായിരുന്നു കേട്ടോ. അതിനവൻ പിടി തരണ്ടേ? അവൻ വീണ്ടും ഇടകേറുണ്ടാക്കണ ലക്ഷണം ഉണ്ടാ. നമ്മളെ അവൻ വല്ലതും പറഞ്ഞാല് വിടരുത് സുലൈമാനെ. പിന്നല്ലാതെ പറഞ്ഞാ പിന്നെ അർത്ഥോണം. നിങ്ങളോടൊന്നും പറഞ്ഞില്ലടാ അവൻ? ഇല്ലെന്നേ, വീട്ടുകാർക്ക് പോലും അറിയാൻ പോലെ അവിടെ പോയിന്ന്.
എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാൻ അറിയാത്ത കാര്യത്തിനാ എല്ലാരും ചേർന്ന് ദ്രോഹിക്കുന്നത്. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കി ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരിപ്പം മിണ്ടാതായി, വീട്ടിൽ കയറ്റാതായി. എല്ലാരും ചേർന്ന് ഭീകരനാക്കി. എനിക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ എനിക്ക് എല്ലാരും പേടിയാ. എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റണില്ല. എനിക്കും പഴയ പോലെ ജീവിക്കണം. അതുകൊണ്ട് ആ സത്യം നിങ്ങൾ അറിയണം. ഞാൻ അന്ന് പള്ളി കയറിയത് ബോംബ് വയ്ക്കാനല്ല. എനിക്ക് അമ്പലം പോലെ തന്നെയാണ് പള്ളിയും. അന്ന് ഞാൻ പള്ളിയിൽ കയറിയത് നിർത്ത്. വാവ പറയുന്നത് കള്ളാണ്. ഇവൻ ആർക്കോ വേണ്ടി നുണ പറയാ. എനിക്കറിയാം, ഗ്രാമങ്ങളിലെ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മുടെ പാർട്ടിയുടെ ഏതോ ഘടകം ഏൽപ്പിച്ച ജോലിയായിരുന്നു അത്. എന്നിട്ടിപ്പോ നുണ പറയുന്നത് എന്തിനാ? വാവ കള്ളക്കളി കളിക്കുക അല്ല. നിന്റെ ഈ വാക്കുകൾ ഞങ്ങളും വിശ്വസിക്കില്ല. ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇത് നമ്മളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമ. ഇല്ല, ഇവര് പറയണ വിശ്വസിക്കരുത്. ഈ കള്ളന്മാര് നമ്മളെ പറ്റിക്കുക. മതത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെയൊക്കെ തമ്മിലടുപ്പിച്ച് കൊല്ലണോ? കൊല്ല്.